നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആയിരിക്കും വരുന്നത്. എന്നിട്ട് നമ്മൾ ഇത് കോൺഫിഗറേഷൻ ചെയ്യുന്നതിന് മുന്നേ ആദ്യമായിട്ട് മൊബൈലിനകത്ത് നമ്മുടെ മൊബൈൽ ഡാറ്റ അങ്ങ് ഓഫാക്കി ഇടുക. എന്നിട്ട് നമുക്ക് കണക്ട് ആകേണ്ട വൈഫൈയിലോട്ട് മാത്രം കണക്ട് ആക്കി ഇടുക. 2.4 ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ചേക്കണം. പിന്നെ ഡിവൈസിൽ കയറുക. നമ്മൾ പ്ലസ് ബട്ടൺ ഞെക്കുമ്പം നമുക്ക് ഡിവൈസ് ആഡ് ആകുന്ന ഓപ്ഷൻ. അതിൻ്റെ അകത്ത് നമുക്ക് ഗേറ്റിൻ്റെ വരുന്നത് പൾസ് കൺട്രോളർ എന്ന ഡിവൈസാണ് വരുന്നത്. ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പൾസ് കൺട്രോളർ കിട്ടും. നെക്സ്റ്റ് കൊടുക്കുക. ഇത് റീസെറ്റ് ആണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പുത്തൻ വരുമ്പം റീസെറ്റ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ ഗോ ടു വൈഫൈ സെറ്റിങ്സ് എടുക്കുക. എന്നിട്ട് ആ കട്ടൺ ഡ്രൈവർ എന്നുള്ളത് അപ്പം നമുക്ക് നമ്മുടെ വൈഫൈയിൽ കാണിക്കും. ഇവിടെ കട്ടൺ ഡ്രൈവർ എന്നുള്ള സെലക്ട് ചെയ്യുക. ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ചില ഫോണിൽ ഡു യു വാണ്ട് ടു കീപ് ദി നെറ്റ്വർക്ക് എന്ന് ചോദിക്കും, നെറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അത് കേസ് തന്നെ കൊടുക്കുക. എന്നിട്ട് ബാക്ക് അടിക്കുക. എന്നിട്ട് കൺഫേം കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിവൈസ് അവിടെയുള്ള വൈഫൈ ആയിട്ട് സെർച്ചിങ് ചെയ്യുമായിരിക്കും. ഇപ്പം അന്നേരം നമ്മുടെ നെറ്റ്വർക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഈ പാസ്വേഡ് അടിക്കുന്നത് കറക്റ്റാണെന്ന് ഉറപ്പ് വേണം, അല്ലെങ്കിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ കോൺഫിഗറേഷൻ കഴിഞ്ഞു. നമ്മൾ ഇത്രയും സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇടയ്ക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ഫോണിൽ. നെക്സ്റ്റ് കൊടുക്കുക. ഏത് റൂമിലോട്ടാണ് ഇപ്പം നമുക്കിപ്പോൾ ഇവിടെ ഞാനിപ്പം ചുമ്മാ ഡെമോ എന്ന റൂമിലോട്ട് ഇടുന്നു. നെയിം ഇടുക, PSR2 എന്നോ ഗേറ്റ് കൺട്രോളർ എന്ന് എന്തെങ്കിലും ഇടുക. ആയി കഴിഞ്ഞു. ഇനിയും നമ്മൾ ഇവിടെ ഡെമോ എന്നുള്ള റൂമിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കൺട്രോളർ കാണാൻ പറ്റും. ഇവിടെ ക്ലോസ് ഫംഗ്ഷനും അതുപോലെ ഓപ്പൺ എന്നുള്ളതും